5 ലക്ഷം രൂപ മുതൽ മുടക്കായി ഒരു ബിസിനസ്സിന് ഇറക്കിയാൽ ലാഭവിഹിതത്തിൽ നിന്നാണോ അതേ മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ നിന്നാണോ സക്കാത്ത് നൽകേണ്ടതെന്നാണ് ചോദ്യം. അത് നമ്മൾ ഏത് മേഖലയിലാണ് ആ മുതൽ മുടക്ക് നടത്തിയിട്ടുള്ളത് എന്നതിനനുസരിച്ചാണ് വരിക. ആ മുതൽ മുടക്ക് നമ്മൾ ഇറക്കിയ അല്ലെങ്കിൽ മുതൽ മുടക്കിയിട്ടുള്ള മേഖല അത് വസ്തുക്കളായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ, വർഷം തികയുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റോക്ക്, അതായത് സ്റ്റോക്കായി കാണാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സ്റ്റോക്കിൻ്റെ കണക്കെടുക്കണം. ആ സ്റ്റോക്ക് നമ്മുടെ ധനമാണ്. അതേ സമയത്ത് സ്റ്റോക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാൾ ഈ പറഞ്ഞ 5 ലക്ഷം ഒരു ഹോട്ടൽ ബിസിനസ് രംഗത്താണ് കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം, ഇറക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അവിടെ ഹോട്ടലിലെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ആളുകൾക്ക് വന്നിരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെയർ, ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ടേബിള്, അതുപോലെ തന്നെ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള അക്സസറീസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ എന്തായിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. ബാക്കി വരുന്നതിൽ നിന്ന് വസ്തുക്കളൊക്കെ വാങ്ങി അങ്ങനെ ഹോട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അക്സസറീസിന് എന്തില്ല, സക്കാത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം പൊറോട്ട ഇടാനുള്ള മാവുണ്ടാകാം, ചിലപ്പോൾ ബിരിയാണി വെക്കാനുള്ള അരി ഉണ്ടാകാം. ഇതെല്ലാം കൂടി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള കാശ് ഉണ്ടായിക്കോളണം നിർബന്ധമല്ല. അത്തരം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ച വരുമാനം, ആ വരുമാനം വർഷം തികഞ്ഞ മുറക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള മൂലധനം ബാക്കിയുണ്ട് എങ്കിൽ, തുടക്കം മുതൽ ഒടുക്കം വരെ അത് അങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ, ഒരു വർഷം അത് തികഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2% കൊടുക്കണം. അതേസമയം ഇദ്ദേഹം ഈ 5 ലക്ഷം ഇറക്കിയിട്ടുള്ളത് ഒരു സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ട മേഖലയിലാണെന്ന് വിചാരിക്കുക. വാഹനത്തിൻ്റെയും മറ്റൊക്കെ സ്പെയർ പാർട്സുകളായിക്കൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് മേഖലയിലാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. വർഷാവസാനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റൈൽസിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ തുണിത്തരങ്ങളായിട്ടും അതുപോലെ തന്നെ മറ്റുമായിട്ട് കൊണ്ട് എന്താവും, അവിടെ എത്ര രൂപയുടെ മുതലുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ മുതലാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്പെയർ പാർട്സ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ മൊത്തം വില കാണണം. ആ കാണുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുതലാണ്. അപ്പോൾ ആ മൊത്തം മുതലിനെ ആണ് അദ്ദേഹം എന്താക്കേണ്ടത്. ആ മുതലും അതോടൊപ്പം തന്നെ മുമ്പ് ലഭിച്ചിട്ടുള്ള ലാഭവും, അതോടൊപ്പം ഇനി അതിൽ തൻ്റേതല്ലാത്ത വിറ്റുപോകുന്ന മുറക്ക് മാത്രം പണം കൊടുക്കേണ്ടതായിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അത് വേറെ മാറ്റി വെച്ച് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ നിലയ്ക്ക് സ്റ്റോക്കിനും കൂടിയുള്ള കണക്കെടുത്തുകൊണ്ട് സക്കാത്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 രൂപവും വരാം. മുതലും ലാഭവും കണക്കാക്കി, മുതലും ലാഭവും ഒന്നിച്ച് സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയും വരും, ലാഭത്തിന് മാത്രം സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയും വരും. അത് ഏത് രംഗത്താണ് പണം ഇറക്കിയിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയത്തിൽ ഉള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.